ഡോക്ടർ പ്രേംകുമാർ, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു വി.ഡി. സതീശൻ. അത് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച അദ്ദേഹം റിപ്പോർട്ട് കാർഡിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു പരസ്യ സംവാദത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. അസാധാരണമാണ്, അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ എന്നിരുന്നാലും മുഖ്യമന്ത്രിയെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ്. അവിടെ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശരിയാണോ? ഒന്ന്, ഇതിൽ നിങ്ങളുടെ മീഡിയ റിപ്പോർട്ടിങ്ങിൽ പതിവ് പോലുള്ള എന്താ പറയുക കൺഫേം ചെയ്യാത്ത ആവേശ റിപ്പോർട്ടിംഗ് സാധനമുണ്ട്. നമുക്കറിയാം, കെ സുധാകരൻ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്ന ആ ഒരു ദിവസം 10 തവണയായിട്ട് 10 ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നിട്ടുണ്ട് മലയാളത്തിലെ 10 ചാനലുകളിൽ. അയാൾ BJPയിൽ പോയിട്ടുണ്ടായിരുന്നു, വേറെ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പല തരത്തിലുള്ള സാധനങ്ങൾ. അയാൾ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് സാധനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിലധികമായിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും ആ ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി എണ്ണി പറയും. അതിനുശേഷം അദ്ദേഹം എല്ലാ പ്രസ് കോൺഫറൻസിലും പറയുന്ന ഒരു കാര്യം, പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇതിനെ വിമർശിക്കാനോ ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അവർ സഭയ്ക്കുള്ളിൽ പോലും അതിന് തയ്യാറാവുന്നില്ല. അത്തരത്തിലുള്ളൊരു സംവാദത്തിന് നിൽക്കാതെ വേറെ എന്തൊക്കെയോ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് NDTVയുടെ പഴയ പ്രണോയ് റോയ് വി.ഡി. സതീശനോട് നേരിട്ട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് LDF ഈസ് ആക്ച്വലി ടോക്കിംഗ് ഫാക്ട്സ് വൈൽ യു ആർ ഡിപ്പെൻഡിങ് ഓൺ റൂമേഴ്സ് ആൻഡ് ഗോസിപ്സ്. ഇങ്ങനെയാണ് കേരളത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. പിന്നെ UDF ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ മോഹനമായ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് പോളിസി, KSRTC ബസ്സിൽ സൗജന്യ യാത്ര, 3000 രൂപ എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ആ കോണ്ടെക്സ്റ്റിലാണ് മുഖ്യമന്ത്രി പിന്നോട്ട് പോയോ? ആ കോണ്ടെക്സ്റ്റിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പറയട്ടെ സംവാദത്തിന് തയ്യാറല്ലല്ലോ എന്താ പറയാ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പം സംവാദത്തിന് വെല്ലുവിളിച്ചു എന്നായ വാർത്ത. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഫേസ്ബുക്കിൽ വരുന്നത് ഇനി ഇതിനെപ്പറ്റിയാവാം സംവാദമെന്നാണ്. ഇനി ഇതിനെപ്പറ്റിയാവാം 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ്. ഉടനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്, ഇതാ സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ ചാനലിൽ ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ഡോക്ടർ അരുൺകുമാറാണ്. അപ്പൊ തന്നെ അരുൺകുമാർ പറയുന്നുണ്ട് ഇത് നേരിട്ടുള്ള സംവാദമാണോ അതോ ഇനി ഫേസ്ബുക്കിലൂടെയുള്ള സംവാദമാണോ വ്യക്തമല്ല എന്നുള്ളത്. അരമണിക്കൂറിനുള്ളിൽ എന്താ പറയുന്നത്, മാധു എന്നെ പറഞ്ഞതുപോലെ 6-ാം തമ്പുരാനിൽ മോഹൻലാൽ ചെയ്യുന്ന പോലെ തലയെ കെട്ടിയിട്ട് സ്ഥലം പറയൂ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന്റെ ഒരു സീരിയസ്നെസ്സും വി.ഡി. സതീശൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഷോക്കിംഗ് ആയി ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന. അതെന്താണെന്ന് വെച്ചാൽ, ഇലക്ഷനിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന പറയുന്നത്. എന്തുമാത്രം ഇറസ്പോൺസിബിൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ UDFന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് പറയാണ് ഇലക്ഷനിൽ UDF പരാജയപ്പെട്ടാൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു. അപ്പൊ പറവൂരിലെ വോട്ടർമാരോട് ഇദ്ദേഹം എന്താ പറയുന്നത്? ഇലക്ഷൻ വരുന്നു, നമുക്കറിയാം, ഒന്നുകിൽ LDF ജയിക്കുന്നു അല്ലെങ്കിൽ UDF ജയിക്കുന്നു. ഇദ്ദേഹം രാഷ്ട്രീയം വിട്ടാൽ ഇദ്ദേഹത്തെ MLA ആക്കി തെരഞ്ഞെടുക്കുന്ന പറവൂരിലെ ആളുകൾ എന്താവും സ്ഥിതി? നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കുറച്ചു കൊല്ലം മുമ്പ് ഒരു ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സമയത്ത് രാഹുൽ ഗാന്ധി എന്തായിരുന്നു ചെയ്തതെന്നുള്ളത്. AICC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഒളിവിൽ പോയി. എത്ര കാലമായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസും ഇന്ത്യയിലെ BJP ഇതര കക്ഷികളും പ്രതിസന്ധിയിലായത്? നിങ്ങളുടെ ടൈറ്റിൽ ഉണ്ടല്ലോ, പോരിനുണ്ടോ? പോരായാലും മത്സരമായിരുന്നാലും പരാജയം എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനൂപായിരുന്നാലും ശ്രീകുമാർ ആയിരുന്നാലും അവരെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ നയിക്കുന്നത് വി.ഡി. സതീശനാണ്, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. അദ്ദേഹം പറയാണ് UDF പരാജയപ്പെട്ടാൽ പിന്നെ ഞാൻ രാഷ്ട്രീയത്തിലില്ല. എങ്ങനെയാണ് UDFലെ സഖ്യകക്ഷികളും UDFനോടൊപ്പം നിൽക്കുന്ന മനുഷ്യന്മാരും ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുകയല്ലോ? മോഹൻരാജും തമ്മിലുള്ള തല്ലല്ലോ. കോൺഫിഡൻസിന്റെ പ്രഖ്യാപനം ഇതല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെയാണോ കോൺഫിഡൻസിന്റെ പ്രഖ്യാപനം? UDF പരാജയപ്പെടുകയാണെങ്കിൽ അത് ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ലേ? UDF പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയമേ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത് എത്ര പരാജയമായിരുന്നാലും വിജയമായിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വത്തോടെ ഇവിടെ ഉണ്ടാവുമെന്നല്ലേ കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന്റെ നിലപാട് അതല്ലേന്നേ. അവരല്ലേ അത് തന്നെയല്ലേ കഴിഞ്ഞ 15 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നേർ വിപരീതമല്ലേ വി.ഡി. സതീശൻ പറയുന്നത്? ആത്മഹത്യാ ഭീഷണി മുഴക്കുകയല്ലേ വി.ഡി. സതീശൻ?
അത്രയും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ തന്നെയാണ് തെരുവിലേക്ക് വരൂ, നമുക്ക് നേർക്കുനേർ മുട്ടാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് എന്താണ് എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ്? ഇദ്ദേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. നോക്കൂ, വയനാട്ടിലെ കണക്കിനെ പറ്റി പറയുന്നത് എന്താണ്? വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറയാന്നാണ്. അതിലേക്ക് നമുക്ക് വരാം. ഈ സംവാദത്തിലെ പ്രധാന വിഷയം അതാണല്ലോ. വയനാട് നമുക്ക് പ്രത്യേകമായി ഈ ചർച്ചയിൽ തന്നെ എടുക്കുകയും ചെയ്യും. Debate with Madhu Saji.